ഇപ്പോഴത്തെ കാലാവസ്ഥ കാര്യം മഴക്കാലമാണെങ്കിൽ ഇടയ്ക്ക് മഴയും വെയിലും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഈ കാലാവസ്ഥ മാറ്റത്തിൽ നമുക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ENT അല്ലേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. നല്ല തിരക്കായിരിക്കും അല്ലേ ഇപ്പോൾ? ഓക്കെ. ഈ തൊണ്ടവേദന ഉണ്ടല്ലോ, അതായത് റിക്കറിംഗ് ആയിട്ട് വരുന്ന തൊണ്ടവേദന, മിക്കവാറും നമ്മളത് കാലാവസ്ഥേനെയാണ് പറയാം. ശരിക്കും റിക്കറിംഗ് തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ പ്രശ്നമാണോ? ഈ റെക്കറിങ് തൊണ്ടവേദന പറഞ്ഞാൽ കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവാം. മോസ്റ്റ്ലി ഈ ഡ്രൈ എയറും തണുത്ത കാറ്റും വരുമ്പോൾ ഒരു തൊണ്ട ഡ്രൈനെസ്സും വേദനയും വരുന്നത് നോർമലാണ്. പക്ഷേ എല്ലാ സമയം ഈ തൊണ്ടവേദന കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ടല്ല. ചിലപ്പോൾ ടോൺസിൽ പ്രശ്നമുള്ളവർക്ക് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ആ പ്രശ്നമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരും. പിന്നെ അലർജി അല്ലെങ്കിൽ ഈ റിഫ്ലക്സ് പ്രോബ്ലംസ് വരുന്നവർക്ക് വയറ്റിലുള്ള ആസിഡ് മേലിൽ കയറി വരുമ്പോൾ ഇടയ്ക്ക് തൊണ്ടയിന് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് തൊണ്ടവേദന ഉണ്ടാവാം. പിന്നെ വായി തുറന്ന് കിടന്നുറങ്ങുന്നവർ അതിലും തൊണ്ടവേദന വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ തൊണ്ടവേദനയൊക്കെ നമുക്ക് അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആയാലല്ലോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുള്ളൂ. ഒട്ടും പറ്റില്ല എന്ന് വരുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ പൊടിക്കൈകളാണല്ലോ യൂസ് ചെയ്യുക. ശരിക്കും എന്തൊക്കെ ടൈപ്പ് തൊണ്ടവേദന, അല്ലെങ്കിൽ തൊണ്ടവേദന ഏത് അവസ്ഥയിലെത്തുമ്പോഴാണ് ഡേഞ്ചറസ് ആവുന്നത്? ഈ തൊണ്ടവേദന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് തൊണ്ടവേദന വന്നതിന് ശേഷം പിന്നെ ഒരു ബോഡി പെയിൻ അല്ലെങ്കിൽ ടയർഡ്നെസ്, ഫീവർ അങ്ങനത്തെ ഉള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ബെറ്റർ ഒരു ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയം ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കുന്നതാണ് നല്ലത്. പക്ഷേ മിക്കവാറും എല്ലാവർക്കും ലൈക്ക് കണ്ടിന്യൂസ് ത്രോട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും, പക്ഷേ മറ്റ് സിംറ്റംസ് ഒന്നും ഉണ്ടാകത്തില്ല. ലൈക്ക് ബോഡി ടയർഡ്നെസ്സോ ഫീവറോ ഒന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ തൊണ്ടയിൽ നിൽക്കുന്ന മാതിരി ഒരു ഇഷ്യൂസ് മാത്രമേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ മോസ്റ്റ്ലി അത് അലർജിയോ അല്ലെങ്കിൽ റിഫ്ലക്സിൻ്റെ പ്രോബ്ലം ആയിട്ടിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അതുപോലെ ഞാൻ ENT ഡോക്ടേഴ്സ് റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞതിൽ ഒരു പോയിന്റ് ശ്രദ്ധിച്ചത്, നമ്മൾ ഈ കിടക്കുന്ന സമയത്ത് ഈ തൊണ്ടയുടെ ഇവിടെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ കിടക്കുമ്പോൾ മാത്രം തോന്നിക്കഴിഞ്ഞാൽ അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ? അത് ഗ്ലോബസ് സെൻസേഷൻ എന്ന് പറയും. മെയിൻലി നമ്മൾ വയറിലുള്ള ആസിഡ് മേലിൽ കയറി വരുമ്പോൾ ഒരു കെമിക്കൽ ഇറിറ്റേഷൻ, ഒരു ഇൻഫ്ലമേഷൻ പോലെ ഉണ്ടാവും തൊണ്ടയിൽ. അപ്പോൾ നമുക്ക് എന്തോ അവിടെ തടഞ്ഞു നിൽക്കുന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം സംഭവിക്കുന്നത്. പക്ഷേ റെയർലി ചിലപ്പോൾ എന്തെങ്കിലും ട്യൂമർ, എന്തെങ്കിലും ഗ്രോത്ത് തൊണ്ടയിലുണ്ടെങ്കിലും നമ്മൾ ഇറക്കുമ്പോൾ ഒരു തടസ്സം പോലെ ഫീൽ ചെയ്യും. അതിൻ്റെ ചാൻസ് കുറവാണ്. 70-80% ഈ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടിരിക്കാം. പക്ഷേ അത് നമുക്ക് ഉറപ്പാക്കണമെങ്കിൽ ഒരു എൻഡോസ്കോപ്പ്, ഒരു ക്യാമറ വെച്ച് ചെക്ക് ചെയ്താലേ നമുക്ക് അത് അറിയാൻ പറ്റും. സോ ബെറ്റർ ആ 20% കൺഫേം ചെയ്യാനായിട്ട് ബെറ്റർ ടു ഗോ ആൻഡ് സീ എ ഡോക്ടർ. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബെറ്റർ ടു സീ. ഇപ്പോൾ ഡോക്ടർ ഉറങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ, വാ തുറന്ന് ഉറങ്ങുന്നത്. ഒരുപാട് ആൾക്കാർ വാ തുറന്ന് ഉറങ്ങുന്ന ആളുകളാണ്. ഈ വാ തുറന്ന് ഉറങ്ങുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്? ജനറലി നമ്മൾ മൂക്കിൽ കൂടെയാണ് ശ്വാസം വലിക്കുന്നത്. എല്ലാവരും നോർമൽ ഫിനോമിനൻ എന്ന് പറയുന്നത് മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുന്നതാണ്. മൂക്കിൽ എന്തെങ്കിലും തടസ്സമുള്ളവരാണ് വായി തുറന്ന് ശ്വാസം എടുക്കുന്നത്. മൂക്കിൽ തടസ്സം വരാനുള്ള കാരണം ഈ സൈനസൈറ്റിസ് പ്രശ്നങ്ങളുള്ളവർക്ക് വരാം. മൂക്കിൻ്റെ പാളം ബെൻഡായിട്ടുള്ളവർക്ക് മൂക്കടപ്പ് ഉണ്ടായിട്ട് വായി കൂടെ ശ്വാസം എടുക്കുന്ന രീതിയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ വായി തുറന്ന് കിടന്നുറങ്ങുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി തൊണ്ട ഡ്രൈനെസ് വരും, തൊണ്ട വേദന ഉണ്ടാവാം. പിന്നെ കുട്ടികളിൽ ഈ പല്ല് പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്രൗഡഡ് അപ്പർ ടീത്ത് എന്ന് പറയും. ഈ ഫ്രണ്ടിലുള്ള പല്ലുകൾ ക്രൗഡഡ് ആയിട്ടുണ്ടാവും. പിന്നെ ബാഡ് ബ്രെത്ത് ഉണ്ടാകും. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. സോ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബെറ്റർ ഒരു ENT ഡോക്ടറിനെ കാണിച്ച് എൻഡോസ്കോപ്പി, ക്യാമറ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. മൂക്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, വായനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം ഇത് കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലാണല്ലോ. പക്ഷേ ഇപ്പം മുതിർന്നവരും ഈ വാ തുറന്നുറങ്ങുന്ന ആളുകളുണ്ട്. ഇപ്പം മുതിർന്നവരിൽ അത് എന്തുകൊണ്ടാണ് വരുന്നത്? മുതിർന്നവരിൽ മെയിൻലി മൂക്കിൻ്റെ പാളം ബെൻഡ്, ഒരു സൈഡ് ബെൻഡ് ഉണ്ടെങ്കിൽ ആ സൈഡ് അടപ്പുണ്ടാവാം. പിന്നെ അലർജി, ലൈക്ക് കണ്ടിന്യൂസ് തുമ്മൽ, ജലദോഷം ഉള്ളവർക്ക് മൂക്കടഞ്ഞ് നിൽക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പ്രശ്നമുള്ളവർക്ക് വരാം. അതല്ലാത്ത പോളിപ്സ് എന്ന് പറയും, മൂക്കിനകത്ത് ഒരു ദശ വളർച്ച ഉണ്ടെങ്കിൽ നമ്മൾ സൈനസ് പാത്വേസ് അത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബെറ്റർ ചെക്ക് ചെയ്യണം. ഓക്കെ. ഈ തൊണ്ടയിൽ മുള്ളു പോവാന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും ലൈഫിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഈ തൊണ്ടയിൽ മുള്ളു പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമൊന്നില്ലെങ്കിൽ നമ്മൾ ആ മുള്ളിൻ്റെ കൂട്ടത്തിലുള്ള ചോറ് കുറച്ചുരുട്ടി വിഴുങ്ങും, പഴം കഴിക്കും. ഇതൊക്കെയാണ്. നിങ്ങൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി ഇങ്ങനെ ചോറും പഴം ഉരുട്ടി വിഴുങ്ങുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സേഫ് ഹാബിറ്റ്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഷാർപ്പായിട്ടുള്ള മുള്ള് നമ്മൾ ആളത്തിലേക്ക് തള്ളിവിടുന്നതും പിന്നെ ചിലപ്പോൾ ഫുഡ് പൈപ്പ്, ഈസോഫാഗസ് എന്ന് പറയും, അതിൽ ചെറിയ കീറൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ബെറ്റർ കുറച്ച് വെള്ളം കുടിച്ചിട്ട് മാറിയില്ലെങ്കിൽ അടുത്തുള്ള ENT ഡോക്ടറിനെ കാണിച്ച് ഒരു ക്യാമറ വെച്ച് നോക്കണം എവിടെ ഉണ്ട് ഈ മുള്ള്. മിക്കവാറും ഈ നാവിൻ്റെ അടിയിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അവിടെ സ്റ്റക്കായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ടോൺസിൽ ഏരിയ
ഏരിയസിൽ ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ബട്ട് വെൻ യു ട്രൈ ടു പുഷ് വിത്ത് സംതിങ് അത് ഡീപ്പറായിട്ട് ഉള്ള ഡേഞ്ചർ സോണിലേക്ക് പോകാം. അങ്ങനെ യൂഷ്വലി സംഭവിക്കാറുണ്ട്. Yeah, yeah. നമ്മുടെ പൊടിക്കൈകൾ കാരണം നിങ്ങൾ പെട്ടുപോകുന്ന അങ്ങനെ സംഭവിക്കാറുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും പെർട്ടിക്കുലർ കേസ് ഓർമ്മയുണ്ടോ ഡോക്ടർക്ക്? നമ്മൾ ഒരു മെൻ്റലി റിട്ടാർഡഡ് ഒരു ചൈൽഡിന് പറയാൻ പറ്റില്ല, ഒരു 16-year-old ബോയ് ഒരു ഫംഗ്ഷനിലേക്ക് പോയി ചിക്കൻ കഴിച്ചിട്ട് വന്നു. ആഫ്റ്റർ 4 or 5 days ഹി ഹാഡ് സിവിയർ ഒരു ത്രോട്ട് പെയിനും ഇതൊക്കെ ഉണ്ടായിരുന്നു. നോബഡി ന്യൂ എന്താ പ്രശ്നം എന്നുള്ളത് ആർക്കും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ CT സ്കാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ തൊണ്ടയിൽ ചിക്കൻ്റെ എല്ല് തടഞ്ഞു നിൽക്കുന്നത്. പിന്നെ നമ്മളത് സർജറി ചെയ്ത് ജസ്റ്റ് വായൻ്റെ ഉള്ളിൽ തന്നെ ക്യാമറ വെച്ചിട്ട് അത് നമ്മൾ റിമൂവ് ചെയ്തു. സർജറി ചെയ്ത് എടുക്കേണ്ടി വന്നു. ഓക്കെ. ഈ നമ്മൾ എത്ര ഉറങ്ങിയാലും, അതായത് മിക്കവാറും ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ എത്ര ഉറങ്ങിയാലും, അതായത് എത്ര ഡീപ്പായിട്ട് നമ്മൾ ഉറങ്ങിയാലും ചിലപ്പോൾ ഉറക്കം കൂടിയതിൻ്റെ ക്ഷീണമാണോ എന്ന് വരെ തോന്നും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒട്ടും ഓക്കെ ആയിരിക്കില്ല. ഇതൊരു ENT പ്രശ്നമാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണ് ആക്ച്വലി ഇതിൻ്റെ പ്രോബ്ലം? ഇത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവണമെങ്കിൽ യൂഷ്വലി നമുക്ക് രാത്രി ഉറക്കം പ്രോപ്പറായിട്ട് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് കിട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ നല്ല ഒരു ക്ഷീണം ഉണ്ടാവും. അതിൻ്റെ റീസൺ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതിനെന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്വാസം തടസ്സം ഉണ്ടാവുന്നതും ഈ ശ്വാസതടസ്സം ഉണ്ടാവുന്നത് കൊണ്ട് ഈ ഓക്സിജൻ ലെവൽ കുറയുന്നതിൻ്റെ കാരണമാണ് ഈ സ്ലീപ്പ് ക്വാളിറ്റി ഡിസ്റ്റർബ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തിച്ചേരുന്ന മുൻപ് തന്നെ പെട്ടെന്ന് നമുക്ക് എണീക്കാൻ തോന്നും, അല്ലെങ്കിൽ വി വിൽ ട്രൈ ടു ടേൺ സൈഡ്സ്. അപ്പോൾ നമ്മൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല രാത്രി. അപ്പോൾ അങ്ങനെയാണ് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീക്കുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ്, ഡേ ടൈം സ്ലീപ്പിനെസ്, നമ്മൾ എന്തെങ്കിലും ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ക്ഷീണം ഉണ്ടാവും, ഒരു ഉറക്കം ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അത് മെയിൻലി സിവിയർ സ്ലീപ്പ് ആപ്നിയ ഉള്ളവർക്ക് ഇത് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ENT ഡോക്ടറിനെ അടുത്ത് കാണിച്ച് എല്ലാ ആളുകളും കൂർക്കം വലി പ്രശ്നമുള്ളവരിൽ സിവിയർ സ്റ്റേജ് എത്തുമ്പോഴാണ് ഈ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബിഗിനിങ് ആണ്. കറക്റ്റ്. സോ അതിൻ്റെ സിവിയർ സ്റ്റേജ് ആണ് സ്ലീപ്പ് ആപ്നിയ. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിജൻ ലെവൽസ് കുറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യും. നമ്മൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഓക്സിജൻ ലെവൽസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ രാത്രിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് കൂടുതൽ സ്ട്രെയിനാണ്. നമ്മൾ ഹാർട്ടിനെ പമ്പ് ചെയ്യാനുള്ള സ്ട്രെയിൻ കൂടും. ബിക്കോസ് ഇറ്റ് ഹാസ് ടു പമ്പ് മോർ ബ്ലഡ്. ഓക്സിജൻ എല്ലാ ഏരിയയിലും എത്തിച്ചേരാനായിട്ട് ഇറ്റ് വിൽ ട്രൈ ടു വർക്ക് മോർ. അപ്പോൾ യു വിൽ ഗെറ്റ് മോർ ഹാർട്ട് സ്ട്രെയിനും ലങ്സിനുള്ള സ്ട്രെയിനും ഉണ്ടാവും. സോ യു ഹാവ് ടു ട്രീറ്റ് ദാറ്റ്. ഓക്കെ. ഇപ്പോൾ ഈ കൂർക്കം വലിയുള്ള, അതായത് കൂർക്കം വലിയുള്ള ആളുകൾക്ക് ഈ കൂർക്കം വലി എന്ന് പറയുന്നത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമാകാം എന്നൊക്കെ ചില സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൂർക്കം വലിയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താ? ഈ കൂർക്കം വലി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. മെയിൻലി ഒബിസിറ്റിയാണ്. ലൈക്ക് വെയിറ്റ് കൂടുതൽ, വണ്ണം കൂടുതലുള്ള ആൾക്കാരിലാണ് ഇവിടെ നെക്കിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ കൂടിയിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് തടസ്സം ഉണ്ടാകുന്നത്. പിന്നെ മൂക്കിലെന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മൂക്കിൻ്റെ പാലവളവോ ദശയോ അല്ലെങ്കിൽ അലർജി, സൈനസ് പ്രോബ്ലം ഉള്ളവർക്ക് തടസ്സം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഹാർമോൺ ഇഷ്യൂസ് ലൈക്ക് തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് വരാം. കൂടുതൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂർക്കം വലി പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ എന്താ റീസൺ എന്ന് നോക്കിയിട്ട് അത് അഡ്രസ്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കൂർക്കം വലിയും ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള ബന്ധം എന്താ? അത് കൂർക്കം വലിക്കുമ്പോൾ നമ്മളുടെ ഓക്സിജൻ ലെവൽസ് കുറയുന്നതും പിന്നെ ഹാർട്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പമ്പ് ചെയ്യുന്നതും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും എല്ലാ രാത്രിയും. അപ്പോൾ ഇത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ കണ്ടിന്യൂസ് റണ്ണിങ്ങിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡാമേജ് ഉണ്ടാവും, വേർ ആൻഡ് ടയർ പോലെ ഡാമേജ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഹാർട്ടിൻ്റെ സ്ട്രെയിൻ കൂടുമ്പോൾ അതിനെ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിച്ചു. ഓക്കെ. ഇപ്പോൾ ഈ കുട്ടികളുടെ കേസ് പറയുമ്പോൾ കുട്ടികൾ വായ തുറന്നുറങ്ങുമ്പോൾ മിക്കവാറും പാരൻസ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു പ്രായം വരെ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ ഇത് മാറിക്കോളും. ഈ നമ്മുടെ ഈ മാറിക്കോളും എന്നുള്ളതുകൊണ്ട് അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താ? കുട്ടികളിൽ നോർമലി അഡിനോയിഡ് വീക്കം എന്ന് പറയും. അഡിനോയിഡ് എന്ന് പറയുന്ന ഒരു ദശ ഉണ്ട്. അത് മൂക്കിൻ്റെ പിന്നിൽ നമ്മൾ ത്രോട്ട് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തിലാണ് വരുന്നത്. സാധാരണയായിട്ട് അത് എല്ലാ കുട്ടികളിലും ഉണ്ടാവും. പിന്നെ ഒരു 6 to 7 years ഓഫ് ഏജ് ആകുമ്പോൾ അത് തന്നെ ചുരുങ്ങി പോകുന്നതാണ്. പക്ഷേ ചില കുട്ടികളുടെ അതിൻ്റെ സൈസ് ഭയങ്കര വലുതായിട്ടുണ്ടെങ്കിൽ ഒരു 80 to 90% ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെഡിസിൻ തന്ന് നോക്കും. മെഡിസിനിൽ ശരിയായില്ലെങ്കിൽ ബെറ്റർ സർജറി ചെയ്ത് അത് റിമൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്നോറിങ്, പിന്നെ വായ് തുറന്ന് കിടന്നുറങ്ങുന്നത്, പിന്നെ പല്ല് പൊന്തി വരാനുള്ള സാധ്യത വരും, പിന്നെ ഫേസ് നീണ്ടു പോകാനുള്ള സാധ്യത, ഇതൊക്കെ ചാൻസസ് ആണ്. അതൊക്കെ ഒരു കോസ്മെറ്റിക് പ്രശ്നങ്ങളല്ലാണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ഹെൽത്ത് ഇഷ്യൂസ് കണ്ടിന്യൂസ് തൊണ്ടവേദന വരാം, പിന്നെ ചെവിയിൽ പഴുപ്പ്, ചെവി വേദന, കേൾവിക്കുറവ്, ഇങ്ങനത്തെ ഇഷ്യൂസും ഉണ്ടാവും.